മോർണിംഗ് റീഡിംഗ് എടുക്കാൻ നോക്കി, ഓർത്തു ഏതായാലും രാവിലെ റീഡിംഗ് എടുക്കുവാണ്. ഇന്ന് നോക്കിയത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി, അവരുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, അവരുടെ ഇടയിലത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, പിന്നെ താമസിയാതെ അവരിലേക്ക് വരുന്ന മാറ്റം എന്താണ്. ഈ 4 കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി അറിയാനും നിങ്ങളുടെ ഡെയിലി സിറ്റുവേഷൻ അറിയാനും ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്ന മാറ്റം അറിയാനും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്കത് നോക്കാം. ഒന്നാമത്തേത്, നിങ്ങളിലേക്ക് വരുന്ന മാറ്റം നോക്കുന്നു. നിങ്ങളുടെ കറണ്ട് എനർജി എന്താ നോക്കുന്നു. നിങ്ങളുടെ കറണ്ട് എനർജി കിങ് ഓഫ് വൺസ് വെച്ചാൽ അതൊരു മൈനറക്കാന കാർഡാണ്. നിങ്ങളിപ്പോൾ കാര്യങ്ങളുടെയൊക്കെ ഒരു എല്ലാ എക്സ്പീരിയൻസിലും എല്ലാ അനുഭവത്തിലൂടെ നിങ്ങൾ വളരെ വിമുഖത കാണിച്ചിരിക്കും. അതൊക്കെ എല്ലാം മനസ്സിലാക്കി വളരെയധികം ശാന്തതയോടെ ഇപ്പോൾ മുഖം തിരിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളാണെങ്കിൽ ആളി കത്തുന്നുണ്ട്. അകത്ത് അഗ്നിപർവ്വം വെച്ചുകൊണ്ട് പുറത്ത് ശാന്തയോടെ കാര്യങ്ങൾ നോക്കി കാണുന്നിട്ട് തിരിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാം കുറേയൊക്കെ അനുഭവിച്ച് ഇനിയൊന്നും ചിന്തിക്കാൻ കഴിയില്ല, വരുന്നത് വരട്ടെ എന്ന് കരുതി ഉള്ളിലെ അഗ്നിപർവ്വം വെച്ചുകൊണ്ട് നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുന്നതാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. പേഴ്സൻ്റെ കറണ്ട് എനർജി ഏസ് ഓഫ് പെന്റക്കിൾസ്. അദ്ദേഹം എന്തോ ബിസിനസ് തുടങ്ങാനോ എന്തെങ്കിലും ജോലിക്കായിട്ടോ എന്തൊക്കെയോ പ്ലാൻ ഇടുന്നുണ്ട്. എന്തോ പുതിയ കാര്യങ്ങൾ പ്ലാൻ ഇടുന്നുണ്ട്. അദ്ദേഹം നല്ലൊരു സാമ്പത്തികമായിട്ട് എന്തോ ഒരു മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ അദ്ദേഹം നിൽക്കുന്നത്. സാമ്പത്തികത്തിന് പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഇന്നലെ അവസ്ഥ എന്നാക്കി കിങ് ഓഫ് സോഡാണ്. കിങ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ റീസൺ വിത്ത് ഓരോ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മുടക്കുന്നൊരു അവസ്ഥയാണ് കാണുന്നത്. പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നില്ല. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരു ഉടക്കി നിൽക്കുന്ന അവസ്ഥ, അതായത് ഒന്നും മുന്നോട്ട് പോകാത്തൊരവസ്ഥയിൽ അവിടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിലേക്ക് താമസിയാതെ വരുന്ന മാറ്റം എന്താണെന്ന് നോക്കട്ടെ. 10 ഓഫ് വാൺസ് ആണ്. നിങ്ങളുടെ ഈ ബർഡനൊക്കെ തീരാൻ പോവുകയാണ്. അതായത് നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഈ ബർഡൻ, ഈ എല്ലാ വേദനകളും എല്ലാ ദുഃഖങ്ങളും എല്ലാ അൺസൈക്കബിൾ എക്സ്പീരിയൻസും എല്ലാം തീരുകയാണ്. അപ്പോൾ അതോടുകൂടി നിങ്ങൾക്ക് കുറച്ച് എല്ലാ മാറ്റങ്ങളും നല്ലതിലേക്ക് പോകുന്നതാണ്. ഇതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസായി അല്പം ഉള്ളിൽ അഗ്നിപർവ്വതം വെച്ചിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു പുതിയ തുടക്കമാണ്, സാമ്പത്തികമായിട്ട് എന്തോ തുടങ്ങാൻ പോകുന്നു. നിങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അതൊരു മുടക്കത്തിന് നിൽക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബർഡൻ മാറുകയാണ്. താമസിയാൻ നിങ്ങളിലേക്ക് നല്ലത് വരുന്നതാണ്. അപ്പോൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. തീർച്ചയായിട്ടും നന്മകൾ വന്നുകൊണ്ടിരിക്കും. ഒരവസ്ഥയും സ്ഥിരമല്ല. നന്നായിട്ട് പ്രെയർ ചെയ്യുക, ഹീൽ ചെയ്യുക, മുന്നോട്ട് പോവുക. പോസിറ്റീവ് മാത്രം ചിന്തിക്കുക, പോസിറ്റീവ് അഫർമേഷൻ പറയുക. പറ്റുമെങ്കിൽ എഴുതി വെച്ച്, മോശപ്പെട്ട നിങ്ങൾക്ക് വേദനാപരമായ കാര്യങ്ങൾ ലൈഫിലുണ്ടെങ്കിൽ അത് എഴുതിയിട്ട് കത്തിച്ച് കളയുക. എന്നിട്ട് നിങ്ങളോട് തന്നെ സ്നേഹം കാണിക്കുക. മിററിൻ്റെ മുന്നിൽ പോയി നിന്ന് നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുക, നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ നിങ്ങളിലേക്ക് മറ്റുള്ളവർ വന്നുകൊള്ളും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ്.